ശ്രീ AC മൊയ്തീൻ, അങ്ങേക്ക് 12 മിനിറ്റ്. സർ, എക്സൈസ്, വിദ്യാഭ്യാസം, കായിക വിനോദം, കലാസംസ്കാരം, നഗരവികസനം, തൊഴിലും തൊഴിലാളി ക്ഷേമവും പ്രവാസി ക്ഷേമവും പഞ്ചായത്ത് ഗ്രാമവികസനം, സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും, ഈ ധനാഭ്യർത്ഥനകളെ എല്ലാം ഞാൻ പിന്തുണയ്ക്കുകയാണ്. സർ, വളരെ ഏറെ വകുപ്പുകളിലെ ധനാഭ്യർത്ഥനകളാണെന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതികളുണ്ട് എന്ന് നമുക്കറിയാം. കേരളത്തിൻ്റെ ഭാവി വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റിലെ മറ്റു വകുപ്പുകൾക്കും ഈ വകുപ്പുകൾക്കുമുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ എന്ന് കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളും ഇന്നും തുടർന്ന് നടക്കാനുള്ള ചർച്ചകളും വ്യക്തമാക്കുക. കേരളത്തിൻ്റെ ഭാവി വികസന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് പ്രാദേശിക സർക്കാരുകൾ. വികേന്ദ്രീകരണത്തിലും പ്രാദേശിക വികസനത്തിലും മികച്ച പ്രകടനം നടത്തുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രകടനങ്ങൾ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയുക. രാജ്യത്ത് പുതുതലമുറ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കൂടി പഞ്ചായത്തുകൾ വികസിക്കുകയാണ്. പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്, ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു വിജ്ഞാന സമൂഹത്തെ സൃഷ്ടിക്കാനും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയ്ക്കും വേണ്ടിയുള്ള പ്രാഥമിക ചുമതലകൾ നിർവഹിക്കുന്ന അടിസ്ഥാന ഘടകം എന്നുള്ള നിലയ്ക്ക് ഈ പ്രാദേശിക സർക്കാരുകളെ പരിവർത്തനപ്പെടുത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും മികവാർന്ന അതിൻ്റെ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോവുകയാണ് സാർ. അതുകൊണ്ട് തന്നെ പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിലുള്ള സ്വതന്ത്രമായ പ്രവർത്തനം, അതിനുള്ള സാഹചര്യവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൈവരികയാണ്. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പദ്ധതി വിഹിതത്തിൻ്റെ 28% 25-26 പദ്ധതി വിഹിതത്തിൻ്റെ ഭാഗമായി നീക്കിവെച്ചിട്ടുള്ളത്. LDFിൻ്റെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയോടുള്ള പ്രതിബദ്ധതയാണ് കഴിഞ്ഞ 8-9 വർഷക്കാലമായി പടിപടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സമ്പത്തിൻ്റെ ഈ വിതരണത്തിൽ വരുന്ന വർധനവ് സൂചിപ്പിക്കുന്നതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളുണ്ടായി എന്നുള്ള വസ്തുതയാണ്. പണം വർഷാവസാനം അനുവദിച്ചു എന്നുള്ളതിൻ്റെ ചില പ്രയാസങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായി എന്നുള്ള വസ്തുതയാണെങ്കിലും ഈ വർഷം അതുകൂടി കണക്കിലെടുത്ത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഫണ്ട് വിതരണം വളരെ നേരത്തെ തന്നെ നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി എന്നുള്ള പ്രത്യേകതയുണ്ട്. പ്ലാൻ ഫണ്ടിൻ്റെ അവസാന ഗഡു ഫെബ്രുവരി മാസത്തിൽ തന്നെ ഇത്തവണ നൽകി സാർ. മെയിൻ്റനൻസ് ഗ്രാൻഡ് 2024 നവംബറിൽ തന്നെ അനുവദിക്കാനുമായി. ഇതിൻ്റെയൊക്കെ ഭാഗമായി പ്രൊജക്റ്റുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നോക്കാകും. നേരത്തെ നടപ്പാക്കിയ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി വാർഷിക പദ്ധതികൾക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി 12 മാസം ലഭ്യമാക്കുന്ന ക്രമം നമ്മൾ കൊണ്ടുവന്നതോടുകൂടി ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. പണം ചെലവഴിക്കുന്നതിലും ഇപ്പോൾ 63% പണം ചെലവഴിക്കുന്നതിന് വേണ്ടി ആയിട്ടുണ്ട്. 53% ഈ ചെലവഴിച്ചിട്ടുണ്ട്. ട്രഷറിയിലുള്ള ബില്ലുകൾ കൂടി ചേർത്താൽ അത് 63% എന്നാണ് സാർ ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ദിവസങ്ങളിലെ ബില്ലുകൾ കൂടി വരുമ്പോൾ ഏറ്റവും മികച്ച പദ്ധതി ചെലവും ഈ വർഷം ഉണ്ടാകും എന്ന് ഞാൻ കരുതുക. ഇതിന് പുറമെയാണ് 1000 കോടി രൂപയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി. ഇത് കൂടുതൽ പണം ചെലവഴിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. സർ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന ഏറ്റവും മികച്ച പദ്ധതികളിലൊന്നാണ് അടിസ്ഥാന വിഭാഗത്തിൻ്റെ ലൈഫ് പദ്ധതി. ലൈഫ് പദ്ധതിയോടുള്ള സമീപനം നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്ന് പറഞ്ഞവരാണ് അപ്പുറത്തുള്ളവർ. സാർ, 5,44,479 ഭൂമിയുള്ള ഭവനരഹിതർക്ക് അത് കരാർ ഒപ്പിടുന്ന പ്രവർത്തനം നടന്നു. 4,30,588 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. ഇനി 1,11,913 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലായിട്ട് പുരോഗമിക്കുകയാണ് സാർ. എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിലധികം 5.5 ലക്ഷത്തോളം വീടുകൾ പൂർത്തീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭവന നിർമ്മാണ പദ്ധതിയുള്ള സംസ്ഥാനം ഈ കൊച്ചു കേരളമാണ് എന്ന അഭിമാനത്തോടു കൂടി സാർ നമുക്ക് പറയാനാവും. അതിൽ SC ST വിഭാഗത്തിൻ്റെയൊക്കെ ഉണ്ട് സാർ. ഇപ്പോൾ അതിൽ വന്നു ചേർന്നിട്ടുള്ള ഒരു പ്രയാസവും നമുക്ക് പ്രധാനമായിട്ടുണ്ട്. അർബൻ മേഖലയിലും അതുപോലെ തന്നെ റൂറൽ മേഖലയിലുമുള്ള PMAY പദ്ധതി. റൂറൽ മേഖലയിൽ 70,000 രൂപ ഒരു ഭവനത്തിന് കേന്ദ്ര ഗവൺമെൻറ് തരുന്നു. അർബൻ മേഖലയിൽ 1.5 ലക്ഷം രൂപയാണ്. സാർ, കേരളത്തിലാകെ 18,288 കോടി രൂപ വീട് നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ
കേന്ദ്ര വിഹിതം 2081 കോടി രൂപ 69 ലക്ഷം രൂപ മാത്രമാണ് സാർ. ഈ ചെറിയ സംഖ്യ 5.5 ലക്ഷത്തിലധികം വീടുകളിൽ 1 ലക്ഷത്തിന് തൊട്ടടുത്തുള്ള വീടുകൾ നൽകിയ കേന്ദ്ര ഈ പദ്ധതിയിൽ നൽകിയ സംഖ്യയ്ക്ക് പുറമെ 4 ലക്ഷം രൂപ വീതം നൽകി കേരളത്തിൽ വീട് പൂർത്തിയാക്കിയതിന് ബ്രാൻഡിംഗ് വേണം. കേന്ദ്ര ഗവൺമെൻറ് ആ നിർദ്ദേശം സ്വാഭാവികമായിട്ടുള്ള ചില പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അതൊരു മേഖലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മിക്കവാറും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വലിയ സംഖ്യ കേരളത്തിലെ ഗവൺമെൻറ് ചെലവഴിക്കുകയും അതിന്മേൽ കേന്ദ്ര ഗവൺമെൻറ് ബ്രാൻഡിംഗ് എന്ന് പറയുന്ന ഈ ഏർപ്പാട് പാവപ്പെട്ടവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നുള്ളതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പ്രതിഷേധവും നമുക്ക് ഒരുമിച്ച് ഉയർത്താൻ കഴിയണം സാർ. ഈ ഭവന നിർമ്മാണ പദ്ധതി കേരളത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. മാലിന്യ സംസ്കരണത്തിലും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ ഈ സഭ ചർച്ച ചെയ്തതാണ്. നമ്മുടെ നാടിൻ്റെ വൃത്തിയുടെ കാവൽക്കാരായി ഹരിതകർമ്മ സേനാംഗങ്ങൾ വളരെ ശ്രമകരമായി ആ പണി ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സാർ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ നമ്മുടെ നാടിന് മാതൃകയാവുകയാണ്. 64,006 കുടുംബങ്ങൾ അതിദരിദ്രാവസ്ഥയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. പകുതിയിലധികം ഇപ്പോൾ തന്നെ അവരെ അതിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അവരെ തൊഴിലും ഭാവി പ്രവർത്തനങ്ങളും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളവരെ കൂടി നവംബർ 1 അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി ഇന്ത്യയുടെ മുമ്പിൽ അഭിമാനത്തോടെ കേരളം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന സംസ്ഥാനമായി മാറും എന്നുള്ളതും ഒരു അഭിമാനകരമായ കാര്യമാണ് സാർ. ഇതോടൊപ്പം കുടുംബശ്രീ പ്രവർത്തനം പുതിയ മേഖലകൾ കൈവരിക്കുകയാണ് സാർ. കുടുംബശ്രീ പ്രവർത്തനത്തിൽ നമുക്ക് പഴയ 98 മുതൽ തുടങ്ങിയ സാമ്പത്തിക ശാക്തീകരണം മാത്രമല്ല, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, സംരംഭകരാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമായി മുന്നോട്ട് പോകാൻ കഴിയുകയാണ് സാർ. നമ്മുടെ നാട്ടിൽ വർഗീയത ഇപ്പോൾ ഒരു പ്രശ്നമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭരണവും നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ വർഗീയതയില്ലാത്തൊരു സമൂഹ സൃഷ്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ജാതി മത രാഷ്ട്രീയ വർഗ വ്യത്യാസത്തിന് അതീതമായി ഒരുമിച്ച് ചേരുന്ന ഈ കുടുംബശ്രീയെ പ്രയോജനപ്പെടുത്താനും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ മതേതര പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും കഴിയുന്ന രീതിയിൽ ആ സ്ത്രീ ജനങ്ങൾക്കിടയിലുള്ള ഇടപെടൽ ശക്തിപ്പെടുത്തണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, നിലവിലെ നിബന്ധന അനുസരിച്ച് മെറ്റൽ റോഡുകളുടെ ടാറിങ്ങിന് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിക്കാനാവില്ല എന്നുള്ള സ്ഥിതിയുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ജലജീവൻ മിഷനും അതുമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ഭാഗമായി പഞ്ചായത്തുകൾ റോഡുകൾ പ്രയാസത്തിലാണ്. ഈ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഈ മെറ്റൽ കഴിഞ്ഞ റോഡുകളുടെ ടാറിങ്ങിന് ഉപയോഗിക്കാൻ 1 വർഷത്തേക്കെങ്കിലും ഇളവ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കണം സാർ. നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡിലും ഇതേ പ്രശ്നമുണ്ട്. നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും ഇടപെടലുകളുടെ ഭാഗമായി വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. അവിടെ കൊച്ചു കൊച്ചു നിർമ്മിതികൾ ആവശ്യമായി വരും. അതിനും ഇത് തടസ്സമായി വരുന്നുണ്ട്. നോൺ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉപയോഗിക്കാൻ ഒരു നിർമ്മിതി എന്ന പേരിൽ ഒരു കൂട്ടിച്ചേർക്കൽ വന്നാൽ അത് പ്രയാസം നേരിടുകയാണ്. ആ കാര്യത്തിലും നല്ല മാറ്റമുണ്ടാകാൻ 1 വർഷത്തേക്കെങ്കിലും ആ കാര്യത്തിൽ ഇളവ് കൊടുക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കണം എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് സാർ. കായിക മേഖലയിലും വലിയ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ ഈ കാലത്തിനിടയ്ക്ക് 8 വർഷക്കാലം കൊണ്ടുണ്ടായത്. 2023 ഒരു സമഗ്രമായ കായിക നയം ഇവിടെ ഉണ്ടായി. ആ കായിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേരളത്തിലെ കായിക മേഖലയിൽ 3000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിൻ്റെ ഭാഗമായി കായിക മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഓരോ നേട്ടങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇൻ്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ് കൊച്ചിയിൽ വെച്ച് ചേരുകയുണ്ടായി സാർ. വളരെ ആകർഷകമായി സംഘടിപ്പിക്കാൻ 8 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അതിൽ വന്നിരുന്നു. അവിടെയുണ്ടായ അവരുടെ ആ സമ്മിറ്റിലുണ്ടായ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സ്ഥിതിയിൽ നിക്ഷേപങ്ങൾ വരുമോ? പ്രത്യേകിച്ച് സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിലൊരു സംരംഭങ്ങളില്ല സാർ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ അതിൽ ഇടപെടാൻ കഴിയുന്ന ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള മുൻകൈ ഉണ്ടാകണം എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ഈ 3000 കോടി നിക്ഷേപത്തിനെ തുടർന്ന് ധാരാളം നമ്മുടെ സ്റ്റേഡിയങ്ങൾ സമുച്ചയങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അവയുടെയൊക്കെ പരിപാലനത്തിന് വേണ്ടിയുള്ള സംവിധാനം വളരെ ഗൗരവപ്പെട്ടതാണ് സാർ. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഈ കളിക്കളങ്ങളുടെ പരിപാലനത്തിന് കഴിയുന്ന രീതിയിൽ അവയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഇന്ന് പരിമിതമായ സ്ഥിതിയാണ് കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ ഏർപ്പാടുണ്ടാകണം സാർ. തൃശ്ശൂരിലെ
IM വിജയൻ സമുച്ചയം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 70% പൂർത്തിയായിട്ടുണ്ട്. അത് സമയബന്ധിതമായി 2-3 മാസത്തിനകം ഒരു ഇടപെടലുണ്ടായാൽ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. അതിലൊരു ഇടപെടലുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. സാർ, 3ാമത്തെ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്താണ്. ആ കുന്നംകുളത്തെ സ്പോർട്സ് GB രാജയുടെയും കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ്റെയും പ്രവർത്തനങ്ങൾ പോലെ കുന്നംകുളത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് സ്പോർട്സ് വകുപ്പ് നേതൃത്വം നൽകിയിട്ടുണ്ട്. സാർ, അവിടെ അവശേഷിക്കുന്ന ഫിറ്റ്നസ് സെൻറ്റർ, ടോയ്ലറ്റ് കോംപ്ലക്സ്, ഫ്ലഡ് ലൈറ്റ് സൗകര്യം, നീന്തൽക്കുളം തുടങ്ങിയവയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കൂടി അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകണം, ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. കായിക പരിശീലന പദ്ധതികൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള കായിക പരിശീലന പദ്ധതികൾ ചെറുപ്പത്തിൽ തന്നെ അവരെ പരിശീലിപ്പിക്കുക. പ്രത്യേകിച്ച് സാർ, നമ്മളിപ്പോൾ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ കായിക മേഖലയിലുള്ള ഇടപെടലുകൾക്ക് കൂടുതൽ അർത്ഥമുണ്ട്, അർത്ഥതലങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ 5 ലക്ഷം കുട്ടികളെ ഫുട്ബോളിൽ പരിശീലനം നൽകുന്ന ഗോൾ എന്നുള്ള പദ്ധതി, അതുപോലെ തന്നെ ജൂഡോ, അത്ലറ്റിക്സ്, ബോക്സിംഗ്, ബാസ്കറ്റ് ബോൾ പരിശീലനം, ഇത് വിദ്യാലയങ്ങളിൽ നല്ല തുടക്കം കുറിക്കാനായിട്ടുണ്ട് എന്നുള്ളത് അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ കൂടി ഭാഗമാണ് എന്ന് ഞാൻ കാണുന്നു. അന്താരാഷ്ട്ര കായിക സഹകരണവും ഇതിൻ്റെ ഭാഗമായിട്ട് വരിക. സാർ, പ്രവാസിക്ഷേമം ലോക കേരള സഭ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിയപ്പോൾ ആവേശപൂർവ്വമാണ് അതിനെ ഞാൻ കണ്ടത്. എന്തുകൊണ്ടോ പിന്നീട് UDF അത് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചു. പക്ഷേ സാർ, ആ സഭ രൂപീകരിച്ച് അതുണ്ടാക്കിയ നിർദ്ദേശങ്ങൾ നമ്മുടെ പ്രവാസി ലോകത്ത് നിന്ന് രാവിലെ മറുപടി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അത് പറഞ്ഞു. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഈ പ്രതിപക്ഷത്തുള്ള സംഘടനകളുടെ പ്രവാസി സംഘങ്ങളൊക്കെ ഇതിൽ പങ്കാളികളായി. ലീഗും ഒരു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചു. പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ടോ ഈ ലോകത്താകമാനമുള്ള ഈ മലയാളികളുടെ കൂട്ടായ്മയോട് നിഷേധാത്മകമായൊരു നിലപാട് സ്വീകരിച്ച് ശരിയായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സാർ, അതിൻ്റെ 4 സമ്മേളനങ്ങളും 3 മേഖലാ സമ്മേളനങ്ങളും ഇപ്പോൾ കഴിഞ്ഞു. 105 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ പങ്കെടുത്തു എന്നുള്ളതും അതിനെ തുടർന്നുള്ള ശുപാർശകൾ പടിപടിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു. സാർ, ഞാൻ അവസാനിപ്പിക്കുക. ഇതിൻ്റെ നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പ്രവാസി ലോകത്തിൽ അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.